Sajid is asking me about Pearly. What about Pearly? വീടിന് പുറത്ത് എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഗെയിമിന്റെ ഭാഗമായിട്ട് Pearly, she's there. She has a lot of support. പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പം കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വീട്ടിനകത്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പേർലി മണിയാണ് ഈ വിഷയം. പിന്നെ അതുപോലെ തന്നെ സിബി മലയാളിനെ കുറിച്ചും കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മോനെ വെച്ചിട്ടാണ്, മോനെ കളിയാക്കിയാണ് ഇട്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ പറയും സിബി അല്ല എന്നുള്ള രീതിയിൽ. ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കൂടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മോനിട്ട് താങ്ങിയാണെങ്കിലും തന്തക്കിട്ടാണ് കൊടുക്കുന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് പിന്നെ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കാം. ഇപ്പോൾ എടുത്ത് കാടി ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് സമയമാവട്ടെ, അതെന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഇപ്പോൾ കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസിൻ്റെ കാര്യമാണ്. അത് ഫുൾ കോമഡിയാണ് കേട്ടോ. കാരണം പണ്ട് രഞ്ജിനിയെ കുറ്റം പറഞ്ഞ ആൾക്കാരെല്ലാം രഞ്ജിനി ശരിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ 7 വർഷം എടുത്തു. ഞാനൊരു കാര്യം പറയാം. ബി വന്ന സമയത്ത് അന്ന് ലൈവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ പല ആൾക്കാരെയും പല കള്ളങ്ങളും പൊളിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ രഞ്ജിനി അന്നും ഓപ്പണായിട്ട് സംസാരിക്കായിരുന്നു. രഞ്ജിനി ഈ പറയുന്ന പേർലി തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പേർലിയെ എന്താ പറയണ്ടേ, ഉടുത്തു കളയുന്ന വേണമെങ്കിൽ പറയത്തില്ല, റോബിൻ പറയുന്ന പോലെ അതുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ പഞ്ഞിക്കിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരി സിമ്പതിയോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേർലി നമ്മൾ കണ്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പേർലി അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സപ്പോർട്ട്. ഈ അടുത്ത സമയത്താണെങ്കിലും പുള്ളി കുറേ നന്മപരം കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാമ്പിളിൽ ദിയ കൃഷ്ണയുടെ വിഷയത്തിൽ തന്നെ നമ്മൾ പേർലിയെ പൊക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവർ തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ ഈ ജോലിക്കാർക്ക് കൊണ്ട് സ്വർണം കൊടുക്കുമ്പം നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന കുറേ അറിയാമല്ലോ, എന്തായാലും റിയാക്ഷൻ വീഡിയോ കാര്യം പൊക്കിക്കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ വെച്ച് ചിലതൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കാനുണ്ട്. അത് പുള്ളിക്കാർ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് എന്താ കാട്ടിക്കൂട്ടിയത്? ഒരു സ്റ്റാൻഡോട് സംസാരിക്കണം. ഒരു നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, നമുക്ക് എന്തും പറയാനുള്ള ഇതുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ ഞാൻ അതും എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. നല്ലത് പറയണം, ചീത്തയാണെങ്കിൽ ചീത്തയും പറയണം. പറഞ്ഞ് മനസ്സിലാവും. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലാണെങ്കിലും ശരി, അതാണ് വേണ്ടത്. സത്യം പറഞ്ഞുതരാം. ഇപ്പം മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത് അന്ന് ബിഗ് ബോസിൽ ഫൈറ്റ് ഉണ്ടായ വീഡിയോ, പിന്നെ ഈ ഒരു വീഡിയോസും, പിന്നെ രഞ്ജിനിയുടെ ഇപ്പോഴത്തെ ഇതും. നിങ്ങൾ പറ, പേർലിക്ക് സ്റ്റാൻഡ് ഉണ്ടോ അല്ലേ? നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് അത് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന രഞ്ജിനി ഇഷ്ടപ്പെടുന്നുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, കാര്യങ്ങൾക്ക് ഞാൻ അവിടെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് അതിന്റെ സിവിയോറിറ്റി, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് ഞാൻ അതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും മാറ്റി ചെയ്യില്ല ജീവിതത്തിലാണെങ്കിലും. സോ ചില കാര്യങ്ങൾ ഐ തോട്ട് ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളെ തന്നെ എനിക്കറിയാം, ഞാൻ റിസ്ക് എടുത്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചീത്ത പേര് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കുഴപ്പമില്ല. ആരുടെയും നോബഡി ഷുഡ് പ്ലേ വിത്ത് എനിവൺസ് ലൈഫ്. ഒരു ഗെയിമായിട്ട് തന്നെ കാണണം. സോ ഐ ഗസ് എനിക്കതിലൊരു ഒപ്പീനിയൻ സത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ എവിക്ഷനിൽ ഇറങ്ങിയപ്പോഴും ഞാൻ കാര്യമാണ്. പോലെ എന്ന വ്യക്തി എനിക്ക് വീടിന് പുറത്തറിയായിരുന്നു. അകത്ത് വേറെ കുറെ കാര്യങ്ങളാണ് കണ്ടത്. സോ അവൾ ആരാണെന്ന് പൂർണ്ണമായി ഇപ്പൊ എനിക്ക് അറിയത്തില്ല. സോ ഐ ഡോണ്ട് നോ ഹൂ ഷീ ഈസ്. ബിഗ് ബോസിൽ വന്നപ്പോൾ ശരിക്കും നന്മമരമായി. അത് തന്നെ സംഭവം. നമുക്കറിയാം എങ്ങനെ പല ആൾക്കാരും നന്മമരം കളിച്ച് കപ്പെടുത്ത ആൾക്കാരെയൊക്കെ നല്ല രീതി അറിയാം. വെളുപ്പിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെന്താണ്, നല്ല രീതിയിൽ ചില ആൾക്കാർക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, വീട്ടമ്മമാരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ചില ആൾക്കാർക്കൊക്കെ നിസ്സാരമായിട്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ 2-3 വ്ളോഗേഴ്സും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന വ്ളോഗേഴ്സും ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ആരും കയറിപ്പോവും, അത് വേറെ കാര്യം. പിന്നെ പേരിലുള്ള സമയത്ത് അങ്ങനെ ബിഗ് ബോസിൽ അങ്ങനെ റിവ്യൂ ഒക്കെ കുറവായിരുന്നു. സീസൺ 2 മുതലായിരുന്നു ഈ പറയുന്ന റിവ്യൂസ് ഒക്കെ കൂടുതലും കാണാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. ഐ എം ഷുവർ വീടിന് പുറത്തിറങ്ങിയാൽ സെയിം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ കല്യാണം, പ്രണയം and all that, hey man, ലോക്ക് ചെയ്തിട്ട് ഒരു വീട്ടിനുള്ളിൽ എന്തൊക്കെ നടക്കാമെന്ന്. പുള്ളിയുടെ ഈ സംസാരം ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡാണെന്നുള്ള രീതിയിലാണ് അന്നത്തെ രീതി മൊത്തം വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ 5 ദിവസം മുമ്പ് വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 5 ദിവസം മുമ്പ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിനി ഹരിദാസ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തെ പേർലി വേറെ, അകത്തെ പേർലി വേറെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇതേണ്ടേ, അതാണ് ആ ഒരു പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റ് ഒന്നും കൂടെ എന്ന് വെച്ചാൽ, പേർലിയെ പോലെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റൊരാളുമായി സ്നേഹത്തിലായ ഒരാളെ തട്ടിയെടുക്കുകയും അയാളെ കല്യാണം കഴിക്കുകയും ഇതൊക്കെ ഞാൻ സിനിമയിലെ കണ്ടുള്ളൂ എന്നുള്ള രീതിയിൽ. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞ നന്നായി. ഈ പറയുന്ന ശ്രീനീഷൻ അന്ന് അത്ര നെഗറ്റീവ് ഇല്ലായിരുന്നു. കാരണം ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിയുണ്ട്, അല്ല പുള്ളിക്കാരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലിൽ ഒരു പാമ്പിൻ്റെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. തമിഴൊരു സീരിയലാണ്. അപ്പോൾ അതിനകത്ത് ഒരു നായികയാണ്, ഇവനുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു സത്യത്തിൽ. ആ പെണ്ണിനെ ആയിട്ട് റിലേഷനായി ആ പെണ്ണാണ് ഈ പറഞ്ഞ ശ്രീനീഷിന് ഒരുപാട് സാധനങ്ങളും എല്ലാം മേടിച്ചു കൊടുത്ത് അതിനകത്തോട്ട് വിടുകയും ചെയ്തത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവളുമായിട്ട് സെറ്റായി എന്ന് പറഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ അല്ല പുറത്തന്ന് ഭയങ്കര നാണക്കേടായി. അപ്പോൾ പിന്നെ കെട്ടാൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ കല്യാണം കഴിച്ചത്. പക്ഷെ ആ ഒരു പെണ്ണിനെ ചതിച്ചതാണ് ഇപ്പോൾ കൂടുതലും സംസാരിക്കുകയും ചെയ്യുന്നത്. അന്നൊക്കെ രഞ്ജിനി ഹരിദാസ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴും വലിയ ഇതൊന്നുമില്ലായിരുന്നു, മീഡിയ വലിയ വിലയൊന്നുമില്ലായിരുന്നു. കാരണം നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ആ സമയത്ത് കുറവായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇവർ നാണം കെട്ട് പോയതെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഉള്ള കാര്യം തുറന്ന് പറയാലോ. ഞാൻ ഒരു ഇതും കൂടെ വെച്ച് തരാവേ. നമ്മുടെ ആറാട്ടണ്ണൻ്റെ പോസ്റ്റ്, എൻ്റെ പൊന്നോ,
ഇത് പഠിക്കേണ്ട കാലത്ത് പഠിച്ചവർക്ക് പഠനത്തിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ആറാട്ടനെ പോസ്റ്റ് ഇട്ട് ഇപ്പോൾ ആറാട്ടനെയും പേർലിയാണ് വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. രഞ്ജിനി ഹരിദാസും പിന്നെ ജാൻമണിയും അവരൊക്കെ ഇതിനു വേണ്ടി ജീവൻ വരെ പണയം കൊടുത്ത് സംസാരിച്ച കുറേ ആൾക്കാരുണ്ട്. രഞ്ജിനി അപ്പം അവരൊക്കെ സത്യം പറഞ്ഞാൽ കൈയടിക്കണം. ഇപ്പം ഈ പിള്ളേർക്ക് വേണ്ടി ഇപ്പം കുറേ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, PSCക്ക് വേണ്ടിയൊക്കെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനു വേണ്ടിയൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളും മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വലുതായിട്ട് എടുത്തിട്ടില്ല. ഈ ഒരു സബ്ജക്റ്റേ എനിക്ക് എടുക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നീട് ഓരോ കാര്യങ്ങൾ വന്ന് എടുക്കാൻ താല്പര്യമില്ലെന്നല്ല ഗൈസ്, ഞാൻ ഭയങ്കര തിരക്കിപ്പെട്ടു പോയതാണ്. അപ്പോൾ ചില കണ്ടന്റുകൾ ഓടിച്ചിട്ട് ചെയ്തിട്ട് പോകത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇത് എടുക്കേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് കൊണ്ടുവരാൻ അവൻ ഈ പറഞ്ഞോട്ട് നീറ്റ് എക്സാമൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നിനും പ്രതികരിക്കാത്ത ഒരുത്തന്നെ അവൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കണ്ടില്ലേ, ഇങ്ങനെ അടിക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. ഇന്നലെ പോലീസുകാരൊരു ചീപ്പി ഇരുത്തിയിട്ട് ഒരു പയ്യനോട് പറഞ്ഞാണ് 50 ഗ്രാം കഞ്ചാവൊക്കെ വെച്ച് നിൻ്റെയൊക്കെ തലയിൽ വെച്ച് തരുമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്താണ് ഇതൊക്കെ സംഭവിക്കുന്നതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഇനി രഞ്ജിനി പറയുന്നതിൻ്റെ ഒരു വീഡിയോ. രഞ്ജിനിയുടെയൊക്കെ നിലപാട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ കണ്ട് മനസ്സിലാക്കുക. ഇന്ന് രാജ്യത്തിൽ ആളിക്കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു റെവല്യൂഷനായി മാറിയിരിക്കുകയാണ് ചലോ സംസദ് എന്ന് തുടങ്ങിയ ഞാൻ എത്തിച്ചേരാൻ തീരുമാനിച്ച ആ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് ഡേ. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു മാസമായി 34-35 ദിവസമായി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് എത്ര പേര് ആ തുടക്കം മുതൽ കേരളത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഐ വോണ്ട് ടു ആസ്ക് യു, ഹൗ മെനി ഓഫ് യു were following me from day one? Okay, that's very good actually. And പതുക്കെ ഇത് കണ്ട് തുടങ്ങിയതിന് ശേഷം എനിക്കിത് കാണാതെ പറ്റുന്നില്ലായിരുന്നു. I wanted to know what was happening every minute, every day. It became an obsession for me. Almost പിന്നെ നിങ്ങൾ കണ്ടു ആ ഒബ്സെഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുടെ ഓൺലൈൻ പോരാളിയായി നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. I couldn't stop. It was like I had a problem. A lot of friends called me and asked me എന്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ടോ, എനിക്ക് ഭ്രാന്തായോ, അതൊക്കെ പണ്ടേ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. I didn't have to adjust. So now what's happened is 20-ാം തീയതി സോനാം വാങ്ചുക്ജീനെ ആ സ്റ്റേജിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയ രീതി ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ രീതിയല്ല. അത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഓൺലൈൻ പോരാട്ടം പോരാ, നമുക്കൊന്ന് കളത്തിലിറങ്ങി നോക്കാം. ഞാൻ അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലൊക്കെ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. സോ ഐ വാസ് ലൈക്ക് പോണോ, നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും യൂഷ്വൽ റെസർവേഷൻസ് എവരിബഡി ഹാസ്. നിങ്ങൾക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും ആ റെസർവേഷൻസ് തന്നെയുണ്ട്. ബിക്കോസ് കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടാവും, സെയിം ചിന്താഗതികൾ ആൾക്കാരുണ്ടാവും. ബട്ട് യു നോ വാട്ട്, ഐ വാസ് സോ പ്ലെസന്റ്ലി സർപ്രൈസ്ഡ്. ഓരോ ഡിഫറെന്റ് പ്രായക്കാര്, നോയില എന്ന് പറഞ്ഞ 24 വയസ്സുകാരി, ഷീസ് ആൻ ആക്ടർ. സിജാറോസ് എന്ന് പറഞ്ഞ 36 വയസ്സുകാരി, ഷീസ് ആൻ ആക്ടർ ആൻഡ് എ ഡാൻസർ. ജാൻമണി ദാസ് എന്ന് പറഞ്ഞ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ജാനു ഉണ്ടാക്കിയ ഓർമ്മയുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരുപാട് ട്രോളുകളുണ്ട്. എടാ പ്രേമേട്ടാന്ന് വരെ വിളിച്ചിട്ടുണ്ടോ നമ്മൾ ജാൻമണിയെ കുറിച്ചൊക്കെ. പക്ഷെ പുള്ളി ഉണ്ടാക്കിയ ഓരോ ഓർമ്മയുണ്ടല്ലോ, അത് 1-1.5 ലെവൽ സാധനമായിരുന്നു. ഇവിടുന്ന് പോയി ചെന്നൈ അവിടെ എത്തി. ആൻഡ് അവിടെ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ബാരിക്കേഡ്സ് ആയിരുന്നു. They did not want protesters to reach the area of protest. That was the number one thing I noticed. Trains were diverted. The metro was stopped. കുറെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അപ്പൊ നമ്മൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റൈറ്റ് ആണല്ലേ. സത്യാഗ്രഹത്തിലൂടെ അല്ലേ നമുക്ക് നമ്മുടെ ഫ്രീഡം കിട്ടിയത്. അത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോവാണ്. That is not fair. I did not like it at all. അവിടെ അകത്തെത്തി ഈ പ്രൊട്ടസ്റ്റിനകത്തേക്ക് ഞാൻ ചെല്ലുന്ന ഒരു 4-5 മണിക്കൂർ എടുത്ത് അവിടെ എത്താൻ എയർപോർട്ടിൽ നിന്ന്. യൂഷ്വലി 1 മണിക്കൂർ എടുക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ 12-1 മണിയായി. 9 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോയപ്പോൾ രാവിലെ ഓൾറെഡി ലാത്തി ചാർജ്, നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. ഗീതാഞ്ജലി വാങ്ചുക്കിനെ ആ ട്രക്കിൽ നിന്ന് വലിച്ചയക്കാൻ നോക്കുന്നു, അഭിജിത്തിനെ കൊണ്ടുപോകുന്നു, പ്രകാശ് രാജ് is there, Shabana Azmi is in the truck, there are lots of people in the truck, ലാത്തി ചാർജ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ, tear gas. ആ ഒരു ഏരിയ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ അവിടെയാണ് എത്തിപ്പെടുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നോയിലെയും അങ്ങോട്ട് കയറുമ്പോൾ ആ സമയത്തേക്ക് എല്ലാവരും പോയി കുറച്ചൊന്ന് കാമായി പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാവരും. ആ 3 ബാരിക്കേഡ്സ് ഉണ്ടായിരുന്നു. സോ വാട്ട് ഐ റിയലൈസ്ഡ് they were doing is വളരെ strategically they were trying to divide and disrupt. ഓക്കെ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ അങ്ങനെയാണ് അത് കയ്യിലാക്കിയത്. അപ്പൊ ആ ഒരു പോളിസി ബ്രിട്ടീഷേഴ്സിൽ നിന്ന് ഒരു കടമെടുത്തു തോന്നുന്നു. ഡിവൈഡ് ആൻഡ് ഡിസ്റ്റർബ്. ഇവിടെ ഫേസസ് ആയി കാണുന്ന അഭിജിത്ത്, ആശുതോഷ്, സൗരവ് എന്ന ഈ മുഖങ്ങളുടെ വാക്കുകളാണോ നമ്മൾ കേൾക്കുന്നത്. അവരെ സ്പ്ലിറ്റ് ചെയ്ത് കളഞ്ഞു. ടു ദ പോയിന്റ് വേർ JP നദ്ദ എന്ന് പറഞ്ഞ മിനിസ്റ്റർ സംവാദത്തിന് വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു, നോണ പറഞ്ഞു വിളിച്ചിട്ട് അവരെ അവിടെ ഡീറ്റെയിൻ ചെയ്തു, ഫോണില്ലാതെ. സോ ദേ ആർ ലയേഴ്സ്. What sort of country are we living in? It's unbelievable. You know, like they're trying to put a... ഇവിടെ ഇപ്പം കൂടുതലും പ്രചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസിന്റെ വണ്ടി തല്ലിപ്പൊളിക്കുന്നത്, പിള്ളേരെല്ലാവരും തല്ലിപ്പൊളിക്കുന്നത് കാണിക്കുന്നത്. പക്ഷെ ഇവർ ചെയ്ത ദ്രോഹങ്ങളാ ഈ ലാത്തി ചാർജിനകത്ത് ഈ എന്താ ആണിയൊക്കെ കയറ്റി വെച്ചിട്ടെ ലാത്തി ചാർജ് ചെയ്യത്തില്ലേ, അതിൻ്റെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിനകത്ത് ആണി എടുത്ത് വെച്ചിട്ട് പുറം വഴി അടിക്കുന്നത്. പുറം വഴി
ബ്ലേഡും അതും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. ഇവന്മാർ ഏത് രീതിയിലാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓരോ വ്യക്തിയുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ഷോക്കായിപ്പോയി. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല, എൻ്റെ കുറച്ച് ഫോട്ടോസ് കിട്ടിയത് ബ്ലഡിൽ കുളിച്ച് നിൽക്കുന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ചില പെൺകുട്ടികളുടെ അടുത്ത് ഇല്ലാത്തി കൊണ്ട് കാണിച്ച ചില തോന്നിവാസങ്ങൾ, അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനൊക്കെ വേണ്ടി ശരിക്കും രഞ്ജിനി പോരാടിയിട്ടുണ്ട്, ദിയാസന പോരാടുന്നുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ, ഞാൻ ആരൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും എന്താ പറയണ്ടേ, നമ്മുടെ ജാൻമണി ഉണ്ടായിരുന്നു, പിന്നെ നാദിറ സംസാരിക്കുന്നു, ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുറേ എണ്ണമുണ്ട് പിള്ളേരെ തമ്മിലടിപ്പിക്കാൻ നോക്കുകയാണ്, പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യുകയാണ്. പിന്നെ മോദിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ആ ഒരു വീഡിയോയ്ക്ക് ഇത്ര മില്യൺ വ്യൂ ഉണ്ട്. അതാണ് മോദി തളർന്നിട്ടില്ല. മോദി ലൈക്കും സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമൻറ്റും ഒന്നും അല്ല കാര്യം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഒന്ന് ഞാൻ പറഞ്ഞു തരാണ്, ലൈക്കോ കമൻറ്റിലോ ഒന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ലൈക്കിലും കമൻറ്റിലും വ്യൂസിലും ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക. ഞാനിപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വാഴ്ത്തി പാടുമായിരിക്കും. ഒരുപാട് എൻ്റെ ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഒരാൾ വരുവാണെങ്കിൽ തീർന്നു. ഇപ്പം ശരിയല്ല, പിന്നെ പണ്ടേ അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പേർലിമാനയുടെ, പിന്നെ അതുപോലെ തന്നെ സിബി മലയുടെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതല്ല, നമ്മൾ ഇന്നലെ കണ്ട പോസ്റ്റ് മാത്രമല്ല, ഇതിന് മുമ്പേ കുറച്ച് വിഷയങ്ങളുണ്ടെന്ന് നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ കൂടെ എന്ത് തോന്നുന്നുണ്ട്? ഈ ഒരു പെണ്ണ് ഫേക്കായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ചില കാര്യത്തിൽ നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പം നല്ലത് കണ്ടാൽ നല്ലത് പറയും, ചീത്ത കണ്ടാൽ ചീത്തത് പറയുന്നുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളി ഒരുപാട് നന്മമരം കളിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സത്യാവസ്ഥ എന്താണ്. ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് അൺഫോളോ അടിച്ചിട്ട് പോയത്. അപ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കാമെന്നല്ല, ഞാനൊന്നും പറയുന്നില്ല, കുറേ കാര്യങ്ങൾ ഞാൻ വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, എന്തായാലും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്. എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, വരാം.